ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടത്തിൻ്റെ രാത്രിയാട്ടോ. അപ്പോൾ നാളെ തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തി. അപ്പോൾ ഓരോരുത്തരും ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പൂക്കളത്തിൻ്റെ കുറച്ച് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു പൂക്കളം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ റൂമിലെല്ലാവരും ഉണ്ട്. റൂം നമ്പർ വന്നുപോയി. അപ്പോൾ ഓരോരുത്തരും ഓരോരോ പണികളിലായിട്ടിങ്ങനെ ഞാനും കുറച്ച് നേരം അരിഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. ആശുക്കുട്ടിനും അരിയാനൊക്കെ അവിടെയാണ്. അപ്പോൾ നമുക്കിനി അകത്തെ വിശേഷം എന്താ നോക്കാം. എനിക്കറിയാവുന്ന പാട്ടുകാര് പ്രദീപ്, അർജുൻ, അഖില, Good evening, everyone. Welcome to our music section. I wish you all 24 happy ഓണം. അപ്പം അങ്ങനെ നമ്മളുടെ തിരുവോണ ദിവസം എത്തി അല്ലേ? എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ആശുക്കുട്ടൻ ഇവിടെ ഉണ്ട്. ഓണാശംസ ശരിക്കും പറയണം. അപ്പോൾ ഇന്നലെ രാത്രി ഉത്രാടം ആഘോഷിച്ച് ഒരുപാട് ലേറ്റായി കിടന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഓൾമോസ്റ്റ് കറികളൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ചോറ്, പപ്പടം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കിച്ചണിൽ കുറച്ച് പരിപാടിയിലാട്ടോ. ഹലോ, നമസ്കാരം. ഹാപ്പിയാണ്. അപ്പം ഇന്നലെ ഓൾമോസ്റ്റ് കുറേ കറിയൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. റോസ്റ്റ് ചെയ്തിട്ട് പരിപ്പ് കറി അല്ലേ? ഇത് ഏത് ജില്ലയുടെയാ? ഏത് ജില്ല റെസിപ്പി? അല്ല, ഈ റെസിപ്പി ഏത് ജില്ലയുടെയാണ്? ഇപ്പൊ കരാമ ജില്ലയുടെ. ഓക്കെ. അപ്പം അർജുൻ ചേട്ടനാണ് പരിപ്പ് കറി വെക്കുന്നത്.
അതിന് ശേഷം പരിപ്പ് കറി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ടെസ്റ്റിംഗ് ഡോസ് മാത്രമേ. അപ്പോൾ ഇന്നലെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചു കേട്ടോ. സാമ്പാർ കറികൾ കണ്ട ആശു, ഓണക്കറികൾ കണ്ട, ഇത് ഓലനോ പച്ചടി എന്താണ്, പിന്നെ നമ്മളുടെ അവിയൽ, ഇത് വന്നിട്ട് ഇതും അത് ഓലനാണ് ഇത് പച്ചടി, അങ്ങനെ എന്തോ ആണ്. തോരൻ, സാമ്പാർ, അത് ബീട്രൂട്ട് പച്ചടി, ഇത് എരിശ്ശേരി കൂട്ടുകറി എന്തോ, പിന്നെ അതിലുണ്ടെന്തോ, പിന്നെ ഉപ്പേരി കാര്യങ്ങൾ, പിന്നെ അച്ചാർ. ഇതിലിപ്പോൾ ഞാൻ ഏത് വെച്ചു ചോദിച്ചാൽ അച്ചാർ, പിന്നെ ഇതൊക്കെ അരിയാൻ കൂടി. അതായത് ഇന്നലത്തെ പരിപാടി, പിന്നെ പാട്ടും ഡാൻസും, ഇത് കൂട്ടുകറി, ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യയാണ് ഇത്തവണ. എൻ്റെ കല്യാണമാണ്, എല്ലാവരും വരണം. അതല്ലേ എൻ്റെ മോളുടെ കല്യാണമല്ലേ, എൻ്റെ മോളുടെ കല്യാണം, നിങ്ങൾ എല്ലാവരും വരണം. അല്ല അതുപോലെ പര്യടം പറഞ്ഞു, നിങ്ങളെ അഭിപ്രായം പറയണമെന്ന്. ഹലോ, അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല, അവിടെ നടക്കണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ഒരു ചടങ്ങ് അല്ലേ, ഞങ്ങൾ സെറ്റ് മുണ്ടല്ലടാ, സെറ്റ് മുണ്ട കൊടുത്തു. ഇതാണ് മേഘ. ഹലോ. ഇനി ഞങ്ങൾ അപ്പുറം പൂക്കളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വന്നപ്പോൾ കണ്ടു പൂക്കളം, എന്നാലും സെറ്റ് സാരി കൊടുത്തിട്ട് പൂക്കളം കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ്. ആശുക്കുട്ടനും ഉണ്ട് കേട്ടോ കൂടെ. ആശുക്കുട്ടൻ മുണ്ടൊക്കെ എടുത്ത് പോവാണ്. അതാണ് നമ്മളുടെ പൂക്കളം. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ ആദ്യം സദ്യ കഴിക്കണം. സദ്യയ്ക്ക് ശേഷം ഞങ്ങളുടെ പരിപാടികൾ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അങ്ങനെ നമ്മളുടെ ഇക്കൊല്ലത്തെ ഓണസദ്യ കഴിഞ്ഞു കേട്ടോ. അടിപൊളി സദ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള അർച്ചന ചേച്ചിയും ചേട്ടനും കൂടിയാണ് മെയിനായിട്ട് ഇക്കൊല്ലത്തെ ഓണസദ്യയൊക്കെ ഒരുക്കിയത്. നമ്മളൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്തു അരിഞ്ഞൊക്കെ. അടിപൊളിയായിരുന്നു സദ്യ. അപ്പോൾ ഒരുപാട് പേര് കഴിക്കാനുണ്ട്. പിന്നെ കുറേ പേരൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ആശുക്കുട്ടനെ കൊണ്ട് കളിക്കാൻ വേണ്ടി കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ നല്ല ബഹളമാണ്. അപ്പോൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടിയും കുറച്ച് പേരും പാട്ടും കേട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കണു. ഇന്ന് സൺഡേ അല്ലേ, അപ്പം നാളെ കുറേ പേർക്കൊക്കെ ജോലിക്ക് പോകണം, കുറച്ച് പേർക്കൊന്നും പോകണ്ട, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ അടുത്ത എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻഡ് അല്ല, അതുകൊണ്ട് അറിയില്ല. പൂക്കളം കാണാം. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. എൻ്റെ അനി ഞാൻ പറയുന്നുണ്ടെങ്കിൽ അടിയെന്ന് പറഞ്ഞാൽ അടിയല്ല, ചവിട്ട്, എമ്മാതിരി ചവിട്ട. ആ ചെറുക്കനെ ഒരു ചവിട്ടിട്ട് ചെറുക്കൻ അപ്പുറത്തെ ഗീതയുടെ പറമ്പിൽ പോയി കിടന്നു. ഞാൻ പോയി പെറുക്കി എടുത്തോണ്ട് വന്നിവനെ. അമ്മ ഇമ്മ നീ കിടങ്ങനായിട്ട്
അങ്ങനെ കുറേ സമയത്തെ പാട്ടും ഡാൻസും അഭിനയം ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവാട്ടോ. ബാക്കി ഒരുപാട് കറികളൊക്കെ വന്നു. അപ്പോൾ അതെല്ലാവരും കുറച്ചൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ ചേച്ചിയാണ് നമ്മളുടെ മെയിൻ ഷെഫ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി കറികൾക്കൊക്കെ. അപ്പോൾ ഇനി എല്ലാവരും എന്താ പറയുക വീട്ടിലേക്ക് പോവാണ്. ഓണം കഴിഞ്ഞതിൻ്റെ ഒരു സങ്കടം. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം. അപ്പോൾ നമ്മളുടെ ഓണപരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു. ഇനി എല്ലാവരും വീട്ടിലേക്ക്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെ ഹൃദയം നല്ല ഹാപ്പി ഓണം. അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിത് റൂമിൽ തിരിച്ചെത്തി. ആശുബേബി കുറച്ച് സങ്കടത്തിലാണ്. ബിക്കോസ് ആശുബേബിയുടെ ഫ്രണ്ട് അമ്മണിക്കുട്ടി ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആശുവിൻ്റെ ഫ്രണ്ടാണ് അമ്മണിക്കുട്ടി. അവൾ ഉറങ്ങിപ്പോയി. അമ്മണിക്കുട്ടിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അമ്മണിക്കുട്ടി ഉറങ്ങിപ്പോയി. ഇപ്പോൾ കളിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ പോവാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓണാഘോഷം കഴിഞ്ഞു. അപ്പോൾ എന്താ നല്ല രസമായിരുന്നു. 2 ദിവസം ഓണായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ല ടയർഡായി. അപ്പോൾ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ബൈ ബൈ.